ഹലോ ഗായ്സ്, രാവിലെ തന്നെ നമ്മളോട് മൈക്കിൾ വിളിച്ച് പറഞ്ഞതാണ് ഒരു വണ്ടി ഗൈസ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കും വേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. 2 വണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ചു നോക്കി ഗൈസ്, അത് ആർക്കെങ്കിലും വേണമെന്ന്. അപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്കിളിൻ്റെ വീട് വരെ ഒന്ന് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷായി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി വരാം. അപ്പോൾ ഗൈസ് നമ്മൾ മാറ്റിയൊക്കെ സെറ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പോകാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ KGF ബൈക്കിലാണ് കേട്ടോ ഗൈസ് നമ്മളിന്ന് പോകാൻ പോകുന്നത് മൈക്കിളിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്കിൽ കയറിയിട്ട് നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ ബൈക്കിൽ കയറിയിട്ടുണ്ട്. ബൈക്ക് ഗൈസ് സീനാണ് ബൈക്ക്. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് കയറി ഗൈസ് നമുക്ക് ഇവിടെ മൈക്കിൾ ഉണ്ടോ നമുക്ക് നൈസായിട്ട് നോക്കാം. ഇവിടെ മൈക്കിളിൻ്റെ കാറൊന്നും ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് അകത്ത് കയറി നോക്കാം മൈക്കിൾ ഇവിടെ ഉണ്ടോയെന്ന് ഗൈസ്. എന്തായാലും ഒന്ന് നൈസായിട്ട് നമ്മുടെ അകത്ത് കയറി നമുക്ക് മൈക്കിൾ അവിടെ ഉണ്ടോയെന്ന് നൈസായിട്ട് നമുക്ക് നോക്കി വരാം ഗൈസ്. ഇവിടെ മൈക്കിളെങ്ങും കാണുന്നില്ല ഗൈസ്. ഞാനിവിടെ വല്ലതും അടിച്ച് പെറുക്കി ഗൈസ്. ഇവിടെ ഒന്നും മൈക്കിളില്ല. നമുക്ക് എല്ലാവരും നൈസായിട്ട് ഒന്ന് ഫോൺ ചെയ്തൊക്കെ ഗൈസ് നമ്മുടെ മൈക്കിളിനെ. അപ്പോൾ നമ്മളിത് മൈക്കിളിനെ നമുക്ക് നൈസായിട്ട് ഫോൺ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്കിളിനെ എടുത്താൽ മതിയെന്ന് ഗൈസ്. നമുക്ക് എന്നാലേ അവിടെ വണ്ടി അവിടെ കിടക്കുന്ന നമുക്ക് നൈസായിട്ട് ചോദിച്ചു നോക്കുന്നു. ആടാ എന്താടാ? മൈക്കിൾ ഇജ്ജ് എവിടെയാടാ? ഞാനിവിടെ പുറത്തേക്ക് വന്നാടാ. അത് എന്നാലാ വണ്ടി അവിടെ കിടക്കണമെന്ന് പറഞ്ഞു തരുമോ? അത് നമ്മളാ വീടിൻ്റെ അവിടെ ബാക്കിൽ കിടക്കണ്ടെന്ന് നോക്കേ. ഓക്കേടാ. അപ്പോൾ ഗൈസ് നമ്മുടെ മൈക്കിൾ പറഞ്ഞെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് നൈസായിട്ട് പോയൊക്കെ ഗൈസ്. ഞാൻ ആകെ ത്രില്ലുകളും ഗൈസ്. കാറ് സീനാവുന്നു. എൻ്റെ മോനത് ഏതാ വണ്ടി ഗൈസ്. നമുക്കൊന്ന് നൈസായിട്ട് നോക്കാം. ഇത് വാനല്ല ഗൈസ്. ആകെ പൊളിഞ്ഞ് കിടക്കുക. ഓ മോനെ, മഹേന്ദ്ര താർ. എൻ്റെ മോനെ സീന് ഗൈസ്. 4x4 മസ്താങ്ക് അല്ല ഗൈസ്, നമ്മുടെ മഹേന്ദ്ര താർ മോനെ സീന് ഗൈസ്. പിന്നെ വാനും ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് നൈസായിട്ട് ബെന്നിയുടെ ഷോപ്പ് കൊണ്ടുപോകണം. എന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തൊന്ന് സെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വണ്ടി കൊണ്ടുപോകും? നമുക്ക് വാന് കൊണ്ടുപോകാം ഗൈസ്. ഇത് എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോവുക ഗൈസ്? ഇവിടെയാണെങ്കിൽ ഗൈസ് ഇടിച്ച് തകർന്ന് കിടക്കുകയാണ് അതിന് വണ്ടി. എൻ്റെ മോനെ ഗൈസ് ഓ ഗൈസ് ഇത് ഗൈസ് ഡോറൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ബെന്നിയുടെ ഷോപ്പ് കൊണ്ടുപോയിട്ട് വേണം നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി നമ്മൾ എടുത്ത് ഗൈസ് വണ്ടി സ്റ്റാർട്ടാകണുണ്ട്. സ്റ്റാർട്ടിങ്ങിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. എന്തായാലും നൈസായിട്ട് നേരെ നമുക്ക് കത്തിച്ച് ബെന്നിയുടെ ഷോപ്പിലേക്ക് വിടാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബെന്നിയുടെ ഷോപ്പ് എത്താനായിട്ടുണ്ട്. അയ്യോ ഗൈസ് ഈ വണ്ടിക്ക് ബ്രേക്കൊന്നും ഇല്ല തോന്നുന്നു ഗൈസ്. നമുക്ക് ബെന്നി ഇന്നാൾ തന്നെ ഗൈസ് വിമാനത്തിന് ബ്രേക്ക് വെച്ചില്ല ഗൈസ്. ഇതിന് ബ്രേക്ക് വെക്കാൻ നമുക്ക് പറയണം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വണ്ടി എടുത്ത് വരാം കേട്ടോ. അടുത്ത വണ്ടിക്ക് ഗൈസ് ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കയ്യിൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ടാക്സി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ താറ് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ മോനോടൊരു ബസ് കത്തിക്കരിഞ്ഞ് കിടക്കണേ. എൻ്റെ മോനെ സിരീന ബസ്. നമുക്ക് എന്തായാലും ഇത് മൈക്കിളിനോട് വേണ്ട ബസ്സാണ്. നമുക്ക് നൈസായിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ മൈക്കിളും കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ പറഞ്ഞിരിക്കുന്നത് അത് അവിടെ കുറേ ദിവസമായി കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്, ഇത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. വെറുതെ കിടക്കുന്ന ബസ്സിൽ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ കാറിൽ നമുക്ക് നൈസായിട്ട് കയറാം. അങ്ങനെ ഗൈസ് നമ്മുടെ ബസ്സും ക്രെയിനും കാര്യങ്ങളൊക്കെ വന്നാൽ ബസ് ഇവിടെ നിർത്തുകൊണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ താരം നമുക്ക് നമ്മുടെ ബെന്നിയുടെ ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് താരം എന്തായാലും നമുക്ക് കത്തിച്ച് ഗൈസ് ബെന്നിയുടെ ഷോപ്പിലേക്ക് നമുക്ക് നൈസായിട്ട് വിടാം. ഡോറൊക്കെ ഗൈസ് പൊളിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് എന്തായാലും ബെന്നിയുടെ ഷോപ്പിലെത്തിയിട്ട് ഒക്കെ സെറ്റാക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ ക്രെയിനൊക്കെ ഏർപ്പാടാക്കി ഗൈസ്. നമ്മുടെ ബസ് ഒരു വിധത്തിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ വാനും താറും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി ബെന്നി പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാനാണ്. അപ്പോൾ ഈ ബെന്നി ബസ്സും നമ്മുടെ വാനും നമ്മുടെ താറും അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ പോകണമെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോകേണ്ടിരുന്നാണ് തോന്നുന്നത് ഗായ്സ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമ്മുടെ ബസ്സും നമ്മുടെ വാനും നമ്മുടെ വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് തരാൻ പറഞ്ഞിരിക്കുന്നത് ബെന്നി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുളിക്കാതൊക്കെ നമുക്ക് നൈസായിട്ട് പോയൊക്കെ. ഞാൻ ആകെ എക്സൈറ്റഡിലാണ്. വണ്ടിയൊക്കെ എങ്ങനെ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമ്മുടെ എന്തെന്ന് ഗൈസ്
ഗൈസ് നമ്മുടെ ബൈക്ക് എടുത്ത് കഴിച്ച് നമ്മളിനി പോകാൻ പോവാണ്. നമ്മുടെ KGF ബൈക്ക് മാസ്മരിക്ക റൈഡൊക്കെ വെച്ച് ഇതേ പോവാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നമ്മുടെ ബെന്നിയുടെ ഷോപ്പിലേക്ക് പോവാം. അങ്ങനെ ഗൈസ് നമ്മുടെ ബെന്നിയുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി നൈസായിട്ട് ഗൈസ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടി നൈസായിട്ട് നമുക്കൊന്ന് പോയൊക്കെ ഗൈസ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അയ്യോ ഗൈസ് ഇതേ എന്തായാലും നമ്മുടെ ഹെൽമെറ്റൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം. ഓ ഗായ്സ് ഇത് ഞാൻ കൊടുത്ത വണ്ടി തന്നെയാണോ? എൻ്റെ മോനെ ബെന്നി അപ്ഗ്രേഡ് ചെയ്ത് നോക്കിയട്ടെ. ബസ്സൊക്കെ ഒരു ഒറിജിനൽ ടേച്ച് പൊള്ളിയാക്കിയിട്ട് തന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ബെന്നിയാണ് ഗൈസ് പൊള്ളിയാക്കി തന്നിട്ടുണ്ട്. നമുക്കതിൽ നമ്മൾ ബെന്നിനോട് വിളിച്ച് പറയാം. പൈസ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമെന്ന് നമുക്ക് വിളിച്ച് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ബെന്നിനെ വിളിച്ചോക്കാം ഗൈസ്. അപ്പോൾ ഇതേ നമ്മളെ ബെന്നിയുടെ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിളിച്ച് നോക്കാം. ആ ബെന്നിയെ എന്തേന്ന് ആ പൈസ വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. പൈസ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരട്ടാ. ഓ പൈസ എപ്പോഴും തന്നാലും ഒരു കുഴപ്പമില്ല കേട്ടാ ഗൈസ്. അപ്പോൾ ബെന്നി പറഞ്ഞിരിക്കുന്നത് പൈസ എപ്പോൾ തന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ഓക്കെടാ സീനടാ ജീൻ്റെ മുത്താടാ ഗൈസ്. അങ്ങനെ ചെയ്യാൻ നമ്മുടെ ഇത് അവനെ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷയുമില്ല. അപ്പോൾ ചാനൽ സബ് ചെയ്തൊരു സബിനൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.